കണ്ടോ 8 മണിയായപ്പോഴേക്കും വെയിലിൻ്റെ ഒരു ചൂട്. നമ്മളെ എപ്പോഴും റബ്ബർ തൊടി കാണിക്കാറില്ലേ വിറക് വെറുക്കാൻ പോണത്? ഇനി നമുക്കത് ഓർമ്മയാണ് കേട്ടോ. കാരണം റബ്ബർ മരങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ഇവിടേക്ക് തന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ ചേട്ടാ. നമുക്ക് കുറേ ആശ്രയമായിരുന്നതാണ് ആ വിറകല്ല റബ്ബർ തൊടി. എത്ര കാലം എന്നറിയോ? അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് വിറക് ഇല്ലാത്ത സമയത്ത് ഇതാ കുറച്ച് ദിവസം മുമ്പേയും കൂടി നമ്മൾ ഓടിപ്പോയിട്ട് അവിടെ പോയിട്ടാണ് എന്താ വിറക് എടുത്തിരുന്നത്. ഇനി അവർ വെട്ടുന്നുണ്ട് കേട്ടോ. വെട്ടുമ്പോൾ നമ്മുടെ അടുത്ത് ചുള്ളി വിറകുകളും കാര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകണം, പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടേ പോകാൻ വിചാരിച്ചിട്ട്. മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതും കൊണ്ടില്ലേ വല്ലാണ്ട് പെട്ടെന്ന് ഓടി പോകാനൊന്നും പറ്റില്ല. ഒന്ന് കണ്ടോ, ഒന്ന് തലങ്ങും വിലങ്ങും വണ്ടികളാണ് കേട്ടോ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ഈ ഉമ്മറത്തെ പറങ്കിമൂച്ചില്ലേ, പറങ്കിമൂച്ചി അവർക്കൊരു ശല്യമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കറപ്പുറ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തറവാട്ടിക്ക് തന്നെ പോകണം വീഡിയോ എടുക്കണമെങ്കിൽ. പോവല്ലേ നമുക്ക്? അപ്പോൾ ഭയങ്കര സൗണ്ട് കിട്ടുള്ളൂ കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ എനിക്ക് തന്നെ എന്തെങ്കിലും മെഷീൻ്റെ സൗണ്ട് ഇഷ്ടമല്ല. അത്രയ്ക്ക് സൗണ്ടൊന്നും ഇല്ല അവിടെ. അപ്പോൾ ഞാൻ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടാണ് വന്ന്. ഇനി മക്കൾക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്കന്നെ എന്നില്ലേ രാവിലെ അത് മുറിക്കാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ 4 മണിക്കും ഒക്കെ ഓടി പോണതാണ്. ഓരോ കെട്ട് വിറക് കൊണ്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് വിറക് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരും വേണം, കുറച്ച് വിറക് നമുക്ക് വാങ്ങുകയും വേണം അല്ലേ ഏട്ടാ? വാങ്ങണ്ടേ? കാരണം ചുള്ളി വിറകുകളൊക്കെ ഇതാ ഈ വിറകുകളും കൊണ്ടല്ലേ നമ്മളിപ്പോൾ കത്തിക്കുന്നത്. വലിപ്പമുള്ളത് കുറച്ച് ചുള്ളിക്കൊമ്പ് പോയി എടുത്തിട്ട് വരാം. ദോശ ഉണ്ടാക്കുമ്പോൾ വെയിലിൻ്റെ ചൂട് കാരണമാണോ എന്താണെന്നറിയില്ല. നമ്മുടെ കണ്ടോ വാഴ വീണക്കുന്നത്. ഇന്ന് കനാലിൽ നോക്കിയൊക്കെ എങ്ങനെ വെള്ളം ഉണ്ടെന്നറിയോ? ഇന്നലെ കനാലിൽ കുറച്ചു നേരം പോയി കിടക്കണം വിചാരിച്ചാട്ടോ. നമ്മുടെ ചൂട് കാരണം കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ചേച്ചി വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞു കേട്ടോ. അപ്പൊ അവർക്കില്ലേ ശരിക്കും ഇതേപോലെ സ്പീഡിൽ വിട്ടാൽ മതിയില്ലേ? അപ്പൊ നമ്മുടെ കിണറ്റിലൊക്കെ അല്ലേ ഇഷ്ടം പോലെ വെള്ളമാണ്. ജലനിധിയിലാണ് പറഞ്ഞു വെച്ചാലോ, ജലനിധി നിർത്തി. ജലനിധിയിൽ 4 ദിവസം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നിറച്ച്. അപ്പോൾ ചോറ് ഞാനില്ലേ ഒന്നായിട്ട് അരി ഇട്ടു. എന്താ വെച്ചാൽ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു. ഇന്നലെ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അല്ലേ ചോറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്തില്ല. വെയിലാവുമ്പോഴേക്കും പിന്നല്ലേ വേഗം പണിയൊരുക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് എന്തിനു പോകാനെന്നറിയോ? കുറച്ച് വിറകിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ട് അതിന് കുറേ ആൾക്കാരുണ്ടേ. നമ്മൾ രാവിലെ വിചാരിച്ച് ഇവിടെ എന്താ അങ്കലവാടി റോഡ് വൃത്തിയാക്കാൻ വേണ്ടി വന്നാൽ എൻ്റെ മിറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മിറ്റടിയും ഇവിടെ തുടക്കലൊക്കെ കഴിഞ്ഞു, അവിടുത്തെ മിറ്റടിയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേഗം രാവിലെ മക്കൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയാൽ അവർ കഴിച്ചോളുമല്ലോ. അവരുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇന്ന് കൈപ്പയ്ക്ക സാമ്പാർ വെക്കണോ അതോ വെള്ളരിക്കും പരിപ്പും വെക്കണോ? എന്താണ് കൂട്ടാൻ വെക്കേണ്ടത്? എന്ത് വെച്ചാലും കുഴപ്പമില്ല. ഇതാ കണ്ടോ ഇന്നലെ നമ്മൾ ബീഫ് വാങ്ങിയത് കണ്ടോ? അത് എത്രയുണ്ടാവില്ല, അരപ്പാന്ന് ബീഫ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ദോശ കുട്ടികൾക്ക് മാത്രം ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അവർക്ക് മേട്ടന് മാത്രം, എനിക്ക് വേണമെന്നില്ല കേട്ടോ. എന്താണെന്നറിയോ? വെള്ളം കുടിച്ചിട്ടേ നമുക്ക് ഇങ്ങോട്ട് ക്ഷീണം തോന്നാൻ തുടങ്ങി. അപ്പോൾ ആ അടുപ്പിൽ ചോറായതും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസിൽ വെക്കുന്നത്. ഇനി വിറക് കിട്ടിയ കഴിഞ്ഞു വെച്ചല്ലേ നമ്മൾ വിറകിൽ തന്നെ ഇരിക്കും. എനിക്ക് വിറകടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താലേ മരം മുറിക്കുമ്പോൾ എനിക്കാണ് അവരെക്കാളും സങ്കടം. അവർക്ക് ആർക്കും സങ്കടം ഉണ്ടാവില്ല. അവർക്ക് എന്തിനും സങ്കടം? അതിൻ്റെ കാലാവധി കഴിഞ്ഞ് മുറിച്ചെടുത്ത് തരുമ്പോൾ അതിന് വേണ്ട പൈസയും കിട്ടി, അതിൻ്റെ ഇടപാടും തീർത്ത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവർക്ക് എന്താ പേടിക്കാൻ? ഇറച്ചിക്കറിയുടെ കൂടെ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ദോശ വേണം കേട്ടോ. നെയ്സ് ദോശ ഇവർക്ക് അധികം ഇഷ്ടമല്ല. ഏട്ടനൊക്കെ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം. ഇറച്ചിയുടെ കൂടെ കഴിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ ചട്ടണിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കില്ലേ, അപ്പോൾ അതിൽ
കനൽ ഇല്ലാണ്ട് വട്ടത്തിൽ പരത്തിയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടോ? ഇതൊക്കെ അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ശീലങ്ങളാണേ. ദോശല്ലേ നാളെ കള്ളപ്പം ഉണ്ടാക്കിയിട്ടേ എന്താ ചട്ടി ഇതായി കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴല്ലേ മുട്ട പൊട്ടിച്ച് ചോദിച്ചോട്ടെ അങ്ങനെ. അപ്പോൾ ഒന്നിങ്ങനെ ശരി ലെവലാവില്ല. അനിയേട്ടനാണെങ്കിലോ ഈ കല്ലിലുണ്ടാക്കിയ ദോശ അനിയേട്ടൻ തിന്നുള്ളൂ. മറ്റേതൊന്നും അനിയേട്ടന് പറ്റില്ല. അങ്ങനെയാണ് വിഷയമുണ്ടാവുന്നില്ല. അല്ല അനക്ക് നീ എവിടേക്കാ പോണ്? തെറ്റി പോണ്. ഇവിടെ വാ. ഇവിടെ വാ. ഇവിടെ ഇരുന്നോ. നിങ്ങൾ കഴിച്ചോളി. അല്ലെങ്കിൽ ഇനി ഒരു ദോശ ഇങ്ങോട്ട് വരണ്ടേ? ആ ചെക്കനെയും വിളിച്ചോ? ഇവിടെ തന്നെ അടുത്ത് തന്നെ കുറച്ചീശ കറി എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും കൂടി ആ ബീഫ് എടുക്കാം. ഒരു 1.5 കിലോ ബീഫ് വാങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങൾ 2 ദിവസം എത്തിക്കും. 2 ദിവസം ബീഫ് വേണ്ടേ? അത് ദോശക്കല്ല് ശരിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയടാ. അതിൽ ഉപ്പൊന്നിട്ടില്ല. അതിൽ ഉപ്പിട്ടില്ല. ഇനി എന്താ ഉപ്പിടുന്നത്? 2 ദോശയെ കൂടെ കഴിച്ചോ, വയറിനറിയട്ടെ. അങ്ങനെ തിന്നാൻ വെക്കിങ്ങ തിന്നു. ഇതാണ്ടോ കുഞ്ഞി വെള്ളരി. ഈ കുഞ്ഞി വെള്ളരിയും പരിപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് കറി വെക്കാം കേട്ടോ. എന്താ കുഞ്ഞി വെള്ളരി അല്ലേ അത്? അത് വാങ്ങുമ്പോ കുഞ്ഞു വെള്ളരി എന്ന പേര്. അപ്പൊ അതിന്റെ പേര് മാറിയില്ലേട്ടാ? പേരൊക്കെ മാറി. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേര് മാറി. കണി കണ്ടു കഴിഞ്ഞാൽ പേര് മാറി. ഏട്ടനെ കഴിച്ചോ? കാട്ടണം നീ ചോറ് കുഴപ്പമാരി. ഏട്ടാ ഉപ്പുവെള്ളം വെച്ചാ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ക്ലാസ്? കൊറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല രസമായിരുന്നോ? വിഷു കൈനീട്ടം തന്നോ സാറ്? തോന്നുമ്പോ പോയ തരാനുള്ള കൈനീട്ടം. തോന്നുമ്പോ പോയി കഴിഞ്ഞാൽ തോന്നണത് കൈനീട്ടം തരാതിരിക്കല്ലേ സാറ്? ഞാൻ അറിയാതെ ചോദിച്ചതാ മകനെ, ക്ഷമിക്ക്. എനിക്ക് പിന്നെ അച്ചോ ഇന്നലെ പറയുന്നത് കണ്ടോ, ഈ പെൺകുട്ടികളുടെ മുഖമൊന്നും തെളിയില്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത്? അത് ശരിയാണ്. ഇവര് അങ്ങനെയാണ് കേട്ടോ. പൊതുവെ ആരും ഒന്നും തോന്നരുത്. കാരണം മക്കൾ അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞു വെച്ചാലും അവർ വേഗം ഉള്ളിൽ കയറിയിരിക്കും. വേറെയുള്ള കുട്ടികളൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കില്ലേ, ഇവർക്ക് ഭയങ്കര മടിയാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരിക എന്നല്ലാതെ ഇവരുടെ അഭിപ്രായങ്ങൾ പറയുകയെ ഒന്നും ചെയ്യില്ല. എന്താ നമ്മൾ ചെയ്യുക? ഓരോ മക്കളും ഓരോ രീതിയിലല്ലേ. ഞാനും ഇതേപോലെ തന്നെയായിരുന്നു. ആൾക്കാരെ കാണുമ്പോൾ ഓടി പേടിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പിന്നെ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങിയില്ല. ഏട്ടനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഏട്ടനും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഏട്ടനും ഇപ്പോഴും ഏട്ടന്റെ 2ാമത്തെ അനിയനും ഏട്ടനും ഒക്കെ അങ്ങനെ ഇടുന്ന കുറച്ചെങ്കിലും സംസാരിക്കുക സതിയേട്ടനാണ് കേട്ടോ. അവനാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണക്കാണ് ഈ വീട്ടില്. അപ്പൊ മക്കൾ അങ്ങനെയല്ലേ. അപ്പോൾ ഒരു കമന്റ് അമ്മ പറയാണ്, എന്നാന്ന് ഇവരുടെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുകയെന്ന്. എത്രയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളല്ലേ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവർ മാറും. നമ്മളിപ്പോൾ പെട്ടെന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ ഭയങ്കര സ്മാർട്ടായി എല്ലാവരോടും അടുത്തിടപഴകില്ലല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ ഏട്ടൻ്റെ പെങ്ങളുടെ മക്കൾ വരിക വെച്ചാലും അതേപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ മക്കൾ വരികയാണെന്ന് പറഞ്ഞു വെച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ ഇവർ അങ്ങനെ അടുത്തിടപഴകണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചില ആൾക്ക് ഇപ്പോൾ കൂട്ടുകാരുണ്ടാവില്ലേ ഇങ്ങനെ തോളിക്കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുക, അടികതല്ല് കൂടുക, അങ്ങനെയൊക്കെ ഒരാളോടെ ചെയ്യുള്ളൂ. 2ാമത്തെ അനിയൻ്റെ മകനോട് മാത്രം. അതേപോലെ കിച്ചുവിനോടും കുഞ്ഞനോടും ബാക്കിയുള്ളവരോടൊക്കെ വലിയവരോടൊക്കെ അവരുടേതായ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വത കാണിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യാലേട്ടാ? എന്തൊക്കെ ചെയ്യാ? അതൊക്കെ പറഞ്ഞാൽ മാറുന്ന കാര്യങ്ങളാണ്. അത് അവർക്ക് സ്വയം തോന്നട്ടെ. സ്വയം തോന്നിയിട്ട് ചായ അവിടെ പുതിയ വീട്ടിൽ വെച്ചിട്ടുണ്ടേ. അവിടെ വേണ്ടെങ്കിൽ ഇവിടെ വെക്കില്ല. ഒരു ചെമ്പ് ചായ ഉണ്ട് അവിടെ ഇരിക്കുന്നു. അവിടെ ഇരിക്കണ്ടോ? എന്താ അച്ചു നിങ്ങൾക്ക് ഇങ്ങനെ നെയ്യ്? ഇനി അച്ഛൻ കഴിക്കട്ടെ, ഏട്ടൻ കഴിക്കുക, എന്നിട്ട് ബാക്കിയുള്ള എടുക്കാം. നെയ്യ് വേണ്ട, അത് മതി. കിച്ചുന് ചായ വേണോ? കിച്ചുട്ടെ ചായ വേണോ? എന്നാ ഓടി പോയിട്ടില്ലേ, പുതിയ വീട്ടിൽ എല്ലാവരും ചായ ഉണ്ട്. കഴിച്ച ഞാൻ എടുത്തിട്ട് വരാം. കൊണ്ടുവരാൻ നല്ല റിസ്കാ. നല്ല റിസ്കാ കൊണ്ടുവരാൻ പറയാ. ഇത് ഇങ്ങനെ ഒരു സ്ഥലമായതും കൊണ്ട് അല്ലേ. ഇനി ചിലപ്പോൾ ഭാവിയിൽ നമ്മുടെ ആ റബ്ബർ തൊടിയൊക്കെ അല്ലേ വീടുകളിൽ തന്നെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഇവിടത്തെക്കാട്ടിലും സൗകര്യം ഉണ്ടാവും അവിടെ അല്ലേട്ടാ? ഒന്നും പറയാൻ പറ്റില്ല. അവരിപ്പോൾ എന്താ ചെയ്യും നമുക്കറിയില്ലല്ലോ. ഏ അവർ കൊടുക്കുമ്പോൾ അത് മൊത്തമായിട്ട് വാങ്ങണ ഒരാൾക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ അതിൽ റബ്ബറിൻ്റെ വയ്ക്കുക. മൊത്തമായിട്ട് വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ റബ്ബർ തോടി അവർ റബ്ബർ വയ്ക്കാൻ തന്നെയാണ് പോകുന്നത്. ശരിക്കും അത് വിറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലമായിട്ട് പോവുക വെച്ചാൽ നല്ല സ്ഥലമാട്ടോ കാണാനും നല്ലതാണ്, വീട് വെച്ചാലും സൗകര്യമാണ്. പക്ഷേ ഇതിങ്ങനെ പറയണ ഇനി ഇവിടെ ചുട്ടിട്ട് നിൽക്കില്ല. മറ്റേത് ഇവിടെ കാണുമ്പോൾ എല്ലാവരും ഇല്ലേ നല്ല പച്ചപ്പൊക്കെ പോവും. മറ്റേത് എല്ലാവരും പറയും നാട്ടിൻപുറം പറയില്ലേ, ഈ നാട്ടിൻപുറത്തിൻ്റെ ഇതൊക്കെ പോവും. ഇപ്പം തന്നെ കുറേ പോയില്ലേ. അല്ല റബ്ബർ ഉണ്ടായിട്ട് കാര്യം, റബ്ബർ തണുപ്പൊന്നുമില്ല, റബ്ബർ ചൂടാവാറുണ്ടാക്കാം. അതെ, റബ്ബർ മരം വെച്ചാൽ ചൂട് വരുള്ളൂ. അത്ര ലച്ചു മുറിച്ചാൽ ചൂട് വരില്ലേ? അച്ചു കനാലിൽ ചാടാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കാണ്. ആ കനാലില് ഈ മക്കൾക്ക് എന്താ വെക്കേഷൻ എങ്ങനെ അടിച്ചു പൊളിക്കാന്നുള്ളത് ഞങ്ങളുടെ കനാലിൽ വെള്ളം വന്നത് കൊണ്ടില്ലേ. കനാലിലാണ് 1 മണിക്കൂർ കനാലിൽ നിന്ന് എങ്ങനെ പറയാ കുതിർന്നിട്ടാണൊന്ന് വരുള്ളൂ. കണ്ണൊക്കെ ഇങ്ങോട്ട് ചോപ്പ് കളറാവൂട്ടോ, എന്നാലും അത് കേറി വരുമോ. മതി. ഞങ്ങൾക്കിപ്പോ ഇവര് 1 മണിക്കൂർ കൊണ്ട് കയറുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളിവിടെ ഉള്ളവർ എല്ലാവരും കനാൽ തന്നെയായിരുന്നു. ഇതാ ഇവിടെ വിറക് കൊണ്ടിരുന്നിടണ തോന്നു അല്ലേ. അപ്പോൾ കയറ്റാൻ പറ്റുമോ ലോറി വന്നിട്ട്? വേഗം നമ്മുടെ ഉമ്മർത്ത് ഇട്ട അമ്മക്ക് വണ്ടിയും കൊണ്ട് ഇറക്കാൻ പറ്റില്ല. വേഗം കഴിച്ചോ. ഞാൻ കൂട്ടാനും ഇതൊക്കെ ആയിട്ട് അവിടെ അടിച്ചൊരു തുടയ്ക്കാം ഇവിടെ. അപ്പോൾ പരിപ്പ് കൂടിയും കൂട്ടട്ടെ. അച്ഛൻ കഴിച്ച പാത്രം നമുക്കൊന്ന് കഴുകി വയ്ക്കാൻ വയ്യ? നീ കുളിക്കാൻ പോവാ വെച്ചാൽ അച്ഛൻ കഴിച്ച പാത്രം കഴിക്കാൻ വയ്യ? ഞാൻ കുളിക്കാൻ പോയി, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ പണി വരുന്നു. നമ്മുടെ അരപ്പേ പിന്നിപ്പോൾ നിങ്ങളാരുമില്ല, ഏട്ടനും അനിയനും കല്യാണത്തിന് പോവാ കേട്ടോ. കല്യാണം ഞാനില്ല, എനിക്ക് വയ്യ കേട്ടോ, ചുട്ടിട്ടും വയ്യ. നല്ല സദ്യയാണേ. സദ്യ ഏട്ടൻ കഴിച്ചോട്ടോ, വയറ് നിറച്ച് കഴിച്ചു. ഞാനേ വിഷുവിന് നല്ല അന്തസ്സായിട്ട് ഉണ്ടാക്കി. ഉപ്പേരിക്കിതാ ഈ 2 കൈപ്പയ്ക്ക മതി കേട്ടോ. കാരണം ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ, ഇനി വേറെ ആരും ഇല്ലല്ലോ. അപ്പോഴല്ലേ എല്ലാവർക്കും വേണ്ടി വരുള്ളൂ. ഇതാണ്ടോ ഉച്ചയ്ക്കുള്ള ബീഫിൻ്റെ ഉണ്ട് കണ്ടോ കുട്ടികളെടുത്തിട്ട്. അപ്പോൾ നമ്മുടെ പരിപ്പും വെള്ളരി ഏട്ടനാണോ പറഞ്ഞാലേ ഏട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ച് തൊയിരം കെടുത്തി കല്യാണത്തിന് പോടില്ല എന്ന് പറഞ്ഞ ആളെ കല്യാണത്തിന് പോവാനുള്ള രീതിക്കാക്കി കേട്ടോ. എന്തൊക്കെ തിരക്കാന്ന് നമ്മൾ കൽപ്പാത്തി പോകണം പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേ ഉള്ളൂ കൽപ്പാത്തിക്ക് പോവുക പറഞ്ഞിട്ട്. അതാ കണ്ടോ റബ്ബർ വിറകുകൾ കൊണ്ടുവന്നിട്ടേക്കണത്. ഇവിടെ അടുത്തതാ കല്യാണ വണ്ടി കേട്ടോ അപ്പോൾ അത് പോണത്. എനിക്കില്ലേ ഇപ്പം ഇങ്ങനെ പുറത്തിറങ്ങാത്തത് കൊണ്ടില്ലേ ഇങ്ങനെ പോവാ പറയുമ്പോൾ ഭയങ്കര മടി. ഏട്ടനോ? മടിയൊന്നുമില്ല, ഞാൻ പുറത്ത് കൂടെ തന്നെയല്ലേ എപ്പോഴും. അവിടെ അച്ചും അമ്മും കനാലിൽ നല്ല അർമാദിക്കുണ്ട്. നമ്മുടെ ബസ് വരാറായിട്ടോ. ബസ് എന്താ അമ്മു? ഞാൻ ഹായ് പറയുന്ന അമ്മു അതിൻ്റെ എടുക്കണ്ട കേട്ടോ. ഞാൻ വെറുതെ അമ്മൂനെ കണ്ടപ്പോൾ ഹായ് പറഞ്ഞതാ. എന്താണ് ഇപ്പോൾ കൈപ്പയ്ക്ക അമ്മുട്ടി എന്നിട്ട് അടുക്കളയത്തെ കഴിഞ്ഞ് കഴിഞ്ഞാലേ വേഗം. അപ്പോൾ അവരെ വെട്ടുന്ന ആൾക്കാരെ നമ്മളോട് വന്നിട്ട് ചോദിച്ചു കേട്ടോ, അവർക്ക് ഒരു 6 ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഭക്ഷണം രാവിലത്തെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഞാൻ നാളെ നമുക്ക് കുഴപ്പമില്ല, മറ്റന്ന് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടല്ലേ വരിക. അവരോട് നാളെ ഉണ്ടാക്കി തരാം, മറ്റന്നാ ഉണ്ടാക്കണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുക മുട്ടി നമുക്ക് കൂട്ടിയിട്ട് ചെയ്യല്ലേ? അവർക്ക് ചോറും ഒരു മീൻകറിയും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. ഇവിടെ അടുത്തൊന്നും കടകളില്ല കേട്ടോ, അതാണ് ആകെയുള്ള പ്രശ്നം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഇവിടെ അടുത്ത് എന്ന് പറയുന്നിടത്ത് കടയില്ല. പിന്നെ നമുക്ക് വീട്ടിലിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക നല്ലതല്ലേ. ഞാൻ എങ്ങനെ ഇടയ്ക്കൊക്കെ കിട്ടുക ആരെങ്കിലുമൊക്കെ വീട് പണിക്കാരൊക്കെ വരികയാണെന്ന് പറഞ്ഞു വെച്ചാൽ ചോറുണ്ടാക്കി തരുമോ പറഞ്ഞാൽ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഉണ്ടാക്കണതെന്ന് കുറച്ച് ഇതിപ്പോൾ അവർ അരിയും സാധനങ്ങളൊക്കെ അവർ തരും, നമ്മളൊന്ന് വെച്ചുണ്ടാക്കി കൊടുത്താൽ മതി. ഒരു മീൻകറിയും. സതിയേട്ടോ അവരുണ്ട്, ചോറുണ്ടാക്കി തരുമോ ചോദിക്കണു. ഇനി നമുക്ക് തണലില്ല, നമ്മുടെ റബ്ബർ മൊത്തം വെട്ടുകയാണ്.
റബ്ബർ വെട്ടി എവിടെ നമുക്ക് തണലുണ്ടാവുക. നമ്മളിതാ ഒരു 2 വിസിലടുപ്പിക്കില്ല കേട്ടോ. ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ വെക്കുന്നതാണ്ടോ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ വെന്ത് നല്ല ഉടയുന്ന എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തക്കാളി ഇട്ടു. കൈപ്പയ്ക്കുപ്പേരി ഉണ്ടാക്കട്ടെ വരട്ടെ. വേഗം നമ്മുടെ പണികളങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞല്ലേ പിന്നെ എനിക്ക് ഇവിടെ അടിച്ചൊരു തുടയ്ക്കണം കേട്ടോ. അവിടുത്തെ കഴിഞ്ഞു. അവിടെ നിന്ന് അമ്മൂൻ്റെ പണിയായിരുന്നു. അച്ചുവിൻ്റെ ഞാൻ ഞാൻ അടിച്ചോരി കൊടുത്തു. ഇനി അമ്മൂട്ടി വേഗം അമ്മൂട്ടി പിന്നെ കനാലിൽ കുളിക്കില്ല കേട്ടോ. അച്ചു മാത്രമേ കനാലിൽ കുളിക്കുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും ഇവിടെ പണി ഒരുക്കിയിട്ട് നമ്മളില്ലേ ഉണ്ടാതിരിക്കില്ല. അമ്മോ ഇന്ന് അമ്മൂനെ എവിടേക്കെങ്കിലൊക്കെ പോകണം പറയുന്നു. പോകണമ്മോ? എവിടേക്കാ അമ്മൂണ്ട് പറയേ. അമ്മ കൊണ്ടുപോകും. മിണ്ടിയ ലുലുമാളാണ്. ആരോ ലുലുവിൽ കൈവശം കൊടുത്തിട്ടുണ്ട് പോകുന്നുണ്ട്. എനിക്കത് വിശ്വാസമില്ല കേട്ടോ. കൈവശം തേങ്ങ വശം എന്നൊക്കെ പറയില്ല നമ്മൾ. കുറച്ച് മുളക് പൊടി. എനിക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ് വെള്ളരിക്കയും പരിപ്പും. ഇത് കൂടെ നമ്മുടെ ചെമ്മീനില്ലേ ചെല്ലിപ്പൊടി അത് പൊടിച്ചിട്ടാലും പച്ചമാങ്ങ ഇട്ടിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ കൂട്ടാൻ വയ്ക്കുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അധികമാവും. അധികമായ നാളേക്കില്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് പുളി ഒഴിക്കാറുണ്ട്. ഞാൻ തുള്ളി പുളി ഒഴിക്കും കേട്ടോ. തിങ്കളാഴ്ച ഉപ്പ് ഇന്ന് തിങ്കളാഴ്ച ഉപ്പ് തട്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ലോഡിങ്ങുകാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇന്ന് ബസ്സിൽ നല്ല തിരക്ക്. കല്യാണം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ തിരക്കുണ്ട്. എന്താ വെച്ചിട്ടാ അവർക്ക് കഞ്ഞി വയ്ക്കാൻ അടുപ്പിൻ്റെ കുഴവേന്ന് വെച്ചാൽ ശരിയല്ല. മൂന്നാം കല്ല് നാലാം കല്ല് പറയുന്ന പോലെയല്ല മുട്ടി. ഇതാ കണ്ടോ നമ്മുടെ കറി. എൻ്റെ അമ്മൂന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയാണോന്ന് വെച്ചല്ലേ എൻ്റെ കുട്ടിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു നേരം കൂട്ടും. കൂടെ മോരും വേണമല്ലേ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പിടുത്തല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് അടുപ്പത്തേക്കിട്ട് വിചാരിച്ചു. ഉള്ളി തോരട്ടിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ കയ്പ്പുണ്ടാവില്ലല്ലോ. കുറച്ച് ഇത് മതി. ആകെ കുറച്ചേലൂ കേട്ടോ കയ്പ്പയ്ക്ക്. ഞാനും അമ്മൂട്ടി കൂട്ടുകൂടി. അമ്മൂട്ടി കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും അനിയനും മാത്രമേ 2 എണ്ണം കണ്ടോ അത്രയേ ഉള്ളൂ. എല്ലാതും മക്കൾ കൂട്ടി പഠിക്കണം. അറിയോ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാത്തൊരു ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, തേങ്ങ ചമ്മന്തി കിട്ടിയാൽ മതി കേട്ടോ. ഉള്ളി മുളകും ചമ്മന്തി, തേങ്ങ ചമ്മന്തി, കഞ്ഞി, അതൊക്കെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ കൈപ്പയ്ക്ക കൂട്ടില്ല. പിന്നെ കൈപ്പയ്ക്ക കറി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ പാലക്കാടൻ കൈപ്പയ്ക്കപ്പുളി. കടുക് വേഗം പറഞ്ഞ പോലെ അല്ലേ. തക്കാളിയൊക്കെ വെന്തോ നമ്മളിതിക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി പുളി, ഒരുപാടില്ല. കിട്ടിയില്ല ഏട്ടാ. ഇതിൻ്റെ ഷർട്ട് എന്താ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ആ സൈഡിലുണ്ടേ ഒരു എന്താ ഫംഗ്ഷൻ എടുത്തില്ലേ അത്. ആ പച്ച ഷർട്ട് അവിടെ തിരുമ്പിയിട്ടുണ്ടല്ലോ. ഉള്ളി വാടി വന്നു. അപ്പോൾ നമ്മളില്ലേ കൈപ്പയ്ക്കട്ട് കറിയായി കേട്ടോ. കണ്ടോ കറി. ഞാൻ തുള്ളി പുളി വെച്ചിട്ടുണ്ട് കേട്ടോ. കണിവെള്ളരി കിട്ടുമ്പോൾ വെള്ളരി കിട്ടുമ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. ഞാനില്ലേ അവിടെ ഏട്ടനെ തുണികൾ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ഏട്ടൻ്റെ മുമ്പിൽ തുണികൾ കാണുകയില്ല. അത് നമ്മൾ എടുത്ത് കൊണ്ടേ കൊടുത്താലേ ഇത് കാണുള്ളൂ. അപ്പോൾ അതെടുത്ത് കൊടുക്കട്ടെ. ഉപ്പ്. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ. ഇനി നമുക്കില്ലേ ഇവിടെ അടിച്ചൊരു തുടയ്ക്കാനുണ്ട്.
ഇവിടെ അടിച്ചേരി തുടയ്ക്കണം കേട്ടോ. അതായത് പാത്രങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ കഴുകിയൊക്കെയാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കണം. അതിൻ്റെ മുമ്പേ എന്താ വിറകിന് വേഗം പോകണം കേട്ടോ. അപ്പോൾ വേഗം അടിച്ചേരി തുടച്ച് കഴിഞ്ഞിട്ട് വേഗം വേണം പോവാൻ. എന്താ എല്ലാവരും അവിടെ കൂടിയിട്ട് കുറേ വിറകെടുത്ത് വയ്ക്കട്ടെ, നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പോൾ നാളെ കാണാമല്ലോ.